നമ്മുടെയെല്ലാം മനസ്സിൽ മനോഹരമായൊരു സ്വപ്നം പോലെ പതിഞ്ഞുപോയ കഥയാണ് സിൻഡ്രല്ല. എന്നാൽ ഈ കഥയ്ക്ക് 2000 വർഷത്തെ പഴക്കമുണ്ടെന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് വ്യത്യസ്തമായ രൂപങ്ങളുണ്ടെന്നും നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇന്ന് കാണുന്ന സിൻഡ്രല്ല കഥയ്ക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പുരാതന ഈജിപ്തിൽ റോഡോപ്പിസ് എന്നൊരു പെൺകുട്ടിയുടെ കഥ പ്രചാരത്തിലുണ്ടായിരുന്നു. ഒരു കഴുകൻ അവളുടെ ചെരുപ്പ് മോഷ്ടിച്ചുകൊണ്ടുപോയി ഫറവോയുടെ മടിയിലിട്ടതും ആ ചെരുപ്പിന്റെ ഉടമയെ തേടി രാജാവ് ഇറങ്ങിത്തിരിച്ചതുമാണ് ഇതിന്റെ ഏറ്റവും പഴയ രൂപമായി കരുതപ്പെടുന്നത്. ഇതുമാത്രമല്ല, 9ാം നൂറ്റാണ്ടിൽ ചൈനയിൽ യേസ്യാൻ എന്ന പേരിലും സമാനമായ കഥയുണ്ടായിരുന്നു. അവിടെ ചില്ലുപാതുകത്തിനു പകരം സ്വർണ്ണനൂലുകൾ കൊണ്ട് തുന്നിയ ചെരുപ്പുകളായിരുന്നു താരം. പിന്നീട് 17ാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ച് എഴുത്തുകാരനായ ചാൾസ് പെറോൾട്ട് നമ്മൾ ഇന്ന് കാണുന്ന മാന്ത്രിക മത്തങ്ങയും ചില്ലുപാതകവുമൊക്കെ ഈ കഥയിലേക്ക് ചേർത്തത്. കാലങ്ങൾക്കും ദേശങ്ങൾക്കുമനുസരിച്ച് മാറ്റങ്ങൾ വന്നെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒടുവിൽ നീതി ലഭിക്കുന്നു എന്ന സിൻഡ്രല്ലയുടെ അടിസ്ഥാന പ്രമേയം ഇന്നും ലോകത്തെമ്പാടും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. സിൻഡ്രല്ലയുടെ ഈ പുരാതന ചരിത്രം നിങ്ങൾക്ക് പുതിയൊരറിവാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വിസ്മയകരമായ കഥകൾക്കായി നമ്മുടെ ഒരു കഥാനേരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.